പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ആഗസ്റ്റ് 6 കൈത്താക്കാലം 3-ാം ഞായർ. ഇന്നത്തെ വായനകൾ: പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 8 വരെയും 20-ാം അധ്യായം 18 മുതൽ 21 വരെയും, നടപടിയുടെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 26 വരെയും, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 18 മുതൽ 29 വരെയും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയും. നമ്മുടെ കർത്താവിന്റെ രൂപാന്തരീകരണ തിരുനാളിന്റെ മംഗളങ്ങൾ ആദ്യമേ ഏവർക്കും ആശംസിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണെന്ന് മനസ്സിൽ കുറിച്ചിടാം. രൂപാന്തരീകരണ തിരുനാളിന്റെ സന്ദേശം എന്നത് മഹത്വത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന തമ്പുരാന് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ 4 വായനകളും നമ്മുടെ ഈ പ്രത്യേക വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3-ാം വായനയിൽ ഹെബ്രായ ലേഖനകർത്താവ് കുറിക്കുകയാണ്, സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറൂസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നാം വന്നിരിക്കുന്നത് എന്ന്. മഹത്വത്തിന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടതോ അവിടുത്തെ പ്രിയപ്പെട്ട വിശുദ്ധ ജനമായി തീരുന്നതിന് വേണ്ടിയാണ്. 1-ാം വായനയായ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗത്ത് നാം വായിക്കുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യം, വിശുദ്ധ ജനവുമായിരിക്കും. നമ്മുടെ പ്രത്യേക വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും അർത്ഥമെന്തെന്ന ശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം അവതരിപ്പിക്കുകയാണിവിടെ. അതെ, മഹത്വപൂർണനായവന്റെ മഹത്വത്തിൽ പങ്കുപറ്റാനുള്ള വിളിയാണിത്. വിശുദ്ധമായ ഈ വിളിയിൽ പങ്കുപറ്റുന്നവന് മാത്രമേ അപ്പസ്തോലനാകാനുള്ള, ഐക്യപ്പെടാനുള്ള യോഗ്യതയുള്ളൂ. ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നുണ്ട് 2-ാം വായനയിൽ. നാശത്തിന്റെ പുത്രനായ യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ യോഗ്യതയായി കണ്ടതും മറ്റൊന്നായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിൽ പങ്കുപറ്റിയവനായിരിക്കണം ഐക്യപ്പെടുന്നവൻ, പ്രേക്ഷിത ശിഷ്യൻ, മിഷണറി, ഡിസൈപ്പിൾ. യേശു മിശിഹായുടെ മഹത്വത്തിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് അവന്റെ പരസ്യ ജീവിത ശുശ്രൂഷകളിൽ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുള്ള പങ്കുപറ്റലാണ്. വിശുദ്ധ യോഹന്നാൻ തന്റെ ലേഖന ഭാഗത്ത് ഉറപ്പിച്ചു പറയുന്നുണ്ട്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണമെന്ന്. ആകയാൽ പ്രിയമുള്ളവരെ, കർത്താവ് മിശിഹായുടെ രൂപാന്തരീകരണത്തിന്റെ ഈ തിരുനാളിൽ നമ്മുടെ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യതിരിക്തതയെക്കുറിച്ചും ബോധ്യപ്പെടാം. ഉടമ്പടി ജനമാകുന്നത് ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് പിതാവായ ദൈവം നമ്മോട് പറയുന്നത് കേൾക്കാം, അനുസരിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ,
ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്കു ശ്രവിക്കുവിൻ. ശരിയായ ദൈവവചന പഠനവും ധ്യാനവും വചനബദ്ധമായ ജീവിതവും വഴി നാം ആയിരിക്കുന്ന ഇടങ്ങളിലും വേദികളിലും അവിടുത്തെ യഥാർത്ഥ പ്രേക്ഷിത ശിഷ്യരായി മാറുവാൻ ഈ വിശുദ്ധ ബലിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.